ഗവൺമെന്റ്മാരുടെ മർദ്ദനത്തിൽ ADGP MR അജിത് കുമാറിനോട് DGP വിശദീകരണം തേടും. SITയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയുണ്ടാകും. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാൽ വൈകാതെ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറാനും തീരുമാനം. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. രാഹുൽ, ഗുഡ് മോർണിംഗ്. വിശദീകരണം തേടുന്ന അവസ്ഥ വരെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എത്രയോ ദിവസമായി ഈ കാര്യങ്ങൾ വാർത്തകളിലൂടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പരാതികളും പരിഭവങ്ങളും ഉയർന്നതാണ്. ഇനി അങ്ങോട്ട് എന്ത് നടപടിയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക? MR അജിത് കുമാറിന്റെ ഔദ്യോഗിക ഭാവിയെ ഇത് ബാധിക്കുമോ? എന്തായാലും ഔദ്യോഗിക ഭാവിയെ ബാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ആലപ്പുഴയിലെ ഗവൺമെന്റ്മാരുടെ മർദ്ദന കേസിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം പറഞ്ഞിരുന്ന ഒരു കാര്യം, ആ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി പ്രകാരം MR അജിത് കുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തിരുത്തൽ നടത്താൻ ശ്രമിച്ചിരുന്നു, അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു, മൊഴികളുണ്ടായിരുന്നു. ആ മൊഴികളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്ക് കടക്കാത്തത് എന്ന ചോദ്യം പലയാവർത്തി മന്ത്രിയോട് ഉൾപ്പെടെ നമ്മൾ ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും വ്യക്തമായൊരു മറുപടി പറഞ്ഞിരുന്നില്ല. ചിട്ടപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാവി എന്താകുമെന്ന ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കുകയാണ്. അതായത് DGP എന്തായാലും ആ റിപ്പോർട്ട് DGPയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന മൊഴിയിലെ വിശദാംശങ്ങളെപ്പറ്റി MR അജിത് കുമാറിനോട് വിശദീകരണം തേടും. ആ വിശദീകരണം തേടിയ ശേഷം DGP ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകും. അതിലെന്തായാലും ഒരു വകുപ്പ് തല നടപടിക്ക് ശുപാർശ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഔദ്യോഗിക ഭാവിയെ ബാധിക്കുകയും ചെയ്യും. കാരണം DGP റാങ്കിലേക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള, സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ MR അജിത് കുമാർ ഉള്ളത്. അങ്ങനെയെങ്കിൽ ആ സ്ഥാനക്കയറ്റം ഉണ്ടാകാതെ ഇരിക്കും. അതുമാത്രമല്ല, അതിനപ്പുറത്തേക്ക് വകുപ്പ് തലത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്.